രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പുതിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ചാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. അതിജീവിതയുടെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഈ കേസും അന്വേഷിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷെഫീദ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള രണ്ടാമത്തെ എഫ്ഐആർ ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അല്പസമയം മുൻപ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെയാണ് KPCC പ്രസിഡന്റിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇമെയിൽ വഴി പരാതി ലഭിക്കുന്നത്. അതായത് സമാന സ്വഭാവത്തിൽ അതിജീവിതരുടെ കേസിന് സമാനമായ സ്വഭാവത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നുവെന്നും അന്വേഷണം വേണമെന്നൊക്കെയായിരുന്നു ഈ ഇമെയിലിന്റെ ഉള്ളടക്കം. അതിന് പിന്നാലെ ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും പോലീസ് മേധാവി ഇത് നിലവിൽ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന SIT സംഘത്തിന് നൽകുകയുമായിരുന്നു. ഏതായാലും ക്രൈംബ്രാഞ്ചിലാണ് ഇപ്പോൾ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ബാംഗ്ലൂരിൽ പഠിക്കുന്ന 23 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി 2023 രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി കേരളത്തിലേക്ക് ക്ഷണിച്ചുവെന്നും കേരളത്തിലെത്തിയ ശേഷം ഒരു റിസോർട്ടിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നും അതിനുശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നൊക്കെയുള്ള ഗൗരവ പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. രാഹുൽ മാത്രമല്ല, ഫെനി നൈനാന്റെ, രാഹുലിന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള ഫെനി നൈനാനെതിരെയും പരാതിയിൽ ആക്ഷേപമുണ്ടായിരുന്നു. ഫെനി നൈനാൻ ഇപ്പോൾ അടൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും ചേർത്താണ് നിലവിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന്റെ അന്വേഷണം ഈ അതിജീവിതരുടെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് തന്നെയായിരിക്കും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.